ആഭരണവർജനം എന്നത് ഇന്ന് കേരളത്തിൽ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത്തരുണത്തിൽ ആഭരണവർജനം എങ്ങനെയാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിൽ എത്തിയത് എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണമാണ്. ആഭരണവർജനം എന്നു മുതലാണ് കേരളത്തിൽ നിലവിൽ വന്നത്? അതിന് പിന്നിൽ വചനാടിസ്ഥാനമുണ്ടോ? ഈ വിഷയങ്ങളിൽ പലരും പല വഴിക്കാണ് എന്നതാണ് സത്യം. ഈ വിഷയത്തിൽ വാളെടുത്തവൻ എല്ലാം വെളിച്ചപ്പാടാകുന്ന സ്ഥിതിയാണ്. ചിലർ ആഭരണവർജനത്തിന് പിന്നിൽ തിരുവചനാടിസ്ഥാനം ഇല്ല എന്ന നിലപാടുകാരാണ്. പെന്തക്കോസ്തിലെ അപ്പർ ക്ലാസ് എന്ന് വിളിക്കാവുന്ന വിഭാഗമാണ് ഇത്തരമൊരു നിലപാടുകാരിൽ കൂടുതൽ. സാധാരണ വിശ്വാസികൾക്കിടയിൽ ഇത്തരമൊരു ചിന്തയേ ഇല്ല എന്നതാണ് സത്യം. സഭയിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ടാകാം: ആഭരണം ഇട്ടവരും ഇടാത്തവരും. സഭയിൽ ആളുകൾ ആഭരണം ഇട്ടവരാണോ ഇടാത്ത കൂട്ടത്തിലാണോ എന്ന തരംതിരിവും ഇനിയുണ്ടാകാം. എന്നാൽ ആഭരണവർജനം എന്നത് വചനാടിസ്ഥാനത്തിൽ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നവരായിരുന്നു പെന്തക്കോസ്തിൻ്റെ കേരളത്തിലെ ആദ്യകാല പ്രവർത്തകരായ സഭയ്ക്ക് ആരംഭമിട്ടവർ. അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയാണെന്നതും പരിശുദ്ധാത്മാവാണ് അവർക്ക് ആ കാഴ്ചപ്പാട് നൽകിയതെന്നും വിശ്വസിക്കുന്നവരാണ് ഇന്നത്തെ ഭൂരിഭാഗം പെന്തക്കോസ്തുകാരും. അതൊരു സമർപ്പണമായിരുന്നു. ആ സമർപ്പണം നടത്തിയിട്ട് പിന്നീട് അയ്യോ അത് തെറ്റായിപ്പോയല്ലോ എന്ന് എന്തായാലും ചിന്തിക്കുന്നവരുണ്ടാകില്ല. പെന്തക്കോസ്തുകാരായിരുന്ന പഴയകാല പിതാക്കന്മാർ ആഭരണവർജനത്തെക്കുറിച്ച് ബൈബിളിൽ നിന്നും എടുത്തിരുന്ന വചനഭാഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രയിലെയും പെന്തക്കോസ്ത് സഭകളുടെയും ബ്രദറൻ സഭകളുടെയും മുഖമുദ്രയാണ് ആഭരണവർജനം. ആഭരണവർജനം എന്ന വിഷയത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു പെന്തക്കോസ്ത് എങ്കിൽ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും ഇന്ന് പെന്തക്കോസ്തുകാരായി തീരുമായിരുന്നു. മുൻ തലമുറകൾ വളരെ വലിയ വില കൊടുത്താണ് പെന്തക്കോസ്തിന്റെ ആഭരണവർജനം കാത്തുസൂക്ഷിച്ചിരുന്നത്. വിശ്വാസികൾ ലളിത ജീവിതം നയിക്കുന്നവർ എന്ന ചിന്തയ്ക്കപ്പുറം ആശ്രയത്തിന്റെയും അനുസരണത്തിന്റെയും പഴയ മനുഷ്യനെ വിട്ട് പുതിയ മനുഷ്യനാകുന്നതിന്റെയും ദൈവാനുരൂപത്തിന്റെയും പ്രത്യക്ഷ ലക്ഷണം കൂടിയാണ് ആഭരണവർജനത്തിന്റെ പിൻപിലുള്ളത്. പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുടെ ആരംഭത്തിൽ സത്യസുവിശേഷം കേട്ട് അത് വിശ്വസിച്ച് അനുസരിച്ച് ഏറ്റെടുക്കുന്നവർ ആരുടെയും സമ്മർദ്ദമില്ലാതെ കെട്ടുതാലി വരെ ഊരിയെറിഞ്ഞ് സത്യവിശ്വാസം സ്വീകരിക്കുവാൻ തയ്യാറായിട്ടുള്ള ചരിത്രമാണ് പെന്തക്കോസ്ത് സഭയ്ക്ക് പറയാനുള്ളത്. ഒരു വ്യക്തിയിൽ യഥാർത്ഥ മാനസാന്തരമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ആഭരണം ഊരുവാൻ ആരും പറയേണ്ടതില്ല. പെന്തക്കോസ്തിന്റെ ആരംഭത്തിൽ പിതാക്കന്മാർ അനുഭവിച്ച നിന്ദയും പീഡനങ്ങളും പരിഹാസവും വർണ്ണിക്കാനാവില്ല. ആഭരണം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഭവനത്തിൽ നിന്ന് ഇറക്കിവിട്ടവർ, സ്വയം ഇറങ്ങിപ്പോന്നവർ എത്രയോ പേർ. സ്വർണ്ണ തെരുവീതികളുള്ള പുത്തനാം യെരുശലേമിൽ യുഗായുഗങ്ങൾ വാസം ചെയ്യുവാൻ പോകുന്നവർ എന്തിന് കാതിലും കഴുത്തിലും 1-2 പവൻ തൂക്കുന്നു? ആ തെരുവീതിയിൽ നിത്യകാലം പരിലസിക്കുന്നതോ അര പവനോ ആണോ നമുക്ക് വേണ്ടത് എന്ന ചോദ്യം പെന്തക്കോസ്തുകാർ സമൂഹത്തോട് ചോദിക്കുന്നു. ആഭരണധാരണം എന്ന വാദങ്ങളിൽ പ്രധാനമായ ഒന്ന് ഈ വാദമാണ്. ആഭരണം ധരിക്കണമായിരുന്നു എങ്കിൽ മനുഷ്യ ശരീരം സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം മൂക്കിലും കാതിലും അതിനുള്ള ദ്വാരം കൂടി ഉണ്ടാക്കുമെന്നായിരുന്നു എന്നതാണ് ഒന്നാമത്തെ വാദം. വചനാടിസ്ഥാനത്തിൽ ആഭരണവർജനത്തെക്കുറിച്ച് എന്താണ് ബൈബിൾ പറയുന്നതെന്ന് നോക്കാം. ദൈവം ഇസ്രയേലിനെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തപ്പോൾ ഭൗതിക നന്മകൾ അവർക്ക് വാഗ്ദാനം ചെയ്തു. ആ കൂട്ടത്തിൽ ആഭരണം ധരിക്കുന്നതും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവിക ഉപദേശം മനസ്സിലാക്കാത്ത ജനം തങ്ങൾക്ക് നാശഹേതുവാകത്തക്കവണ്ണം പൊന്നുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിച്ചു. അങ്ങനെ ദൈവം അവർക്ക് ആഭരണം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം നിരോധിച്ചു. പുറപ്പാട് 33:3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ലോകപ്രകാരം നന്മ അനുഭവിക്കാൻ അർഹതയുള്ള ഇസ്രയേലിന് പോലും ആഭരണം അണിയുന്നതിൽ ദൈവ നിരോധനമുണ്ടായി. അപ്പോൾ പുതിയ നിയമസഭയിലോ? ഇവിടെയാണ് ആഭരണവർജനത്തിലൂടെ ദൈവത്തോട് അനുസരണയുള്ളവരാകുന്നത്. സൗന്ദര്യം ദൈവിക ദാനമാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവിക ദാനമായ സൗന്ദര്യത്തിലും അപ്പുറം ആഭരണം അണിയുന്നതിലുള്ള സൗന്ദര്യം. ഇതനുസരിക്കുന്നതിലൂടെ ദൈവത്തിലുള്ള ആശ്രയത്വം തെളിയിക്കപ്പെടുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞതോടുകൂടി പഴയ സംസ്കാരത്തിനും മാറ്റം വന്നു. ഇനിയും പുതിയതാണ് ആ വ്യക്തിയിൽ നിന്നും ഉടലെടുക്കേണ്ടത്.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. എഫേസ്യർ 4 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പുതുമനുഷ്യൻ എന്നത് ദൈവാനുരൂപമാണ്. അവന് ആഭരണാലങ്കാരത്തിന്റെ ആവശ്യമില്ല. യേശുക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഗലാത്യർ 5 24 വാക്യം. ക്രൂശിക്കപ്പെട്ട ശരീരത്തിൽ വൈകാരികത ഉളവാക്കുന്ന ആഭരണത്തിന്റെ ആവശ്യമില്ല. ആ ശരീരത്തിൽ പിന്നെ രാഗമോഹങ്ങൾക്കിടമില്ല. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുക. തീത്തോസ് 2 13 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കരുത്. 1 പത്രോസ് 1 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകേണ്ട ദൈവപൈതൽ ലോകത്തിന്റെ മോഹങ്ങളിൽ ഉള്ള നാശം വിട്ടോടണം. 2 പത്രോസ് 1 4 വാക്യം. യഹൂദ സംസ്കാരം അനുസരിച്ച് വിവാഹിതരാകുന്നവർ വിവാഹമോതിരം ധരിക്കുന്നത് പതിവാണ്. പത്രോസ് വിവാഹിതനായിരുന്നുവെങ്കിലും തന്റെ കയ്യിൽ വിവാഹമോതിരം ഇല്ലായിരുന്നുവെന്ന് സുന്ദരൻ ദേവാലയത്തിന് മുമ്പിൽ ഭിക്ഷ അയച്ചയാളോട് പറയുന്നതിൽ നിന്നും വ്യക്തമാകുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3 6 വാക്യം. കർത്താവെ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിക്കുന്നുവെന്ന് പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും പറഞ്ഞപ്പോൾ മുമ്പുണ്ടായിരുന്നതും നീക്കം ചെയ്യേണ്ടിയിരുന്നതുമായതൊക്കെയും അവർ നീക്കിയിരുന്നു എന്ന് കരുതാം. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട് വന്നിട്ടുള്ള വിശുദ്ധ ജനങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും അല്ല എന്ന് പത്രോസ് കർശനമായി വിലക്കിയിരിക്കുന്നു. 1 പത്രോസ് 3 വാക്യം. പൗലോസും അതേ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത്. 1 തീമോത്തിയോസ് 2 10 വാക്യം. സെഫന്യാവ് 1 8 വാക്യം. യെഹെസ്കേൽ 7 19 വാക്യം. ഹോശയ 2 18 വാക്യം. യെശയ്യാവ് 58 21 വാക്യം. ആവർത്തന പുസ്തകം 7 25 26 വാക്യങ്ങൾ. ഉൽപ്പത്തി 35 4 വാക്യം എന്നീ പഴയ നിയമ ഭാഗങ്ങളിലും ഇതിനെതിരായി ആഭരണവർജനത്തിന് അനുകൂലമായി പറയുന്നു. ഇനി അല്പം കൂടി നമുക്ക് ആഴത്തിൽ പഠിച്ചാൽ ആഭരണം ധരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിന് അലങ്കാരത്തിന് വേണ്ടി എന്ന് യെശയ്യാവ് 3 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിലും 1 തീമോത്തിയോസ് 2 9 10 വാക്യങ്ങളിലും പറയുന്നു. യിരെമ്യാവ് 4 30 വാക്യത്തിൽ സൗന്ദര്യത്തിന് വേണ്ടി എന്ന് പറയുന്നു. ഡംഭത്തിന് വേണ്ടി എന്ന് യെഹെസ്കേലിൽ 7 20 വാക്യം പറയുന്നു. ദുശാഠ്യമുള്ളവരാണ് ആഭരണം ധരിക്കുന്നതെന്ന് പുറപ്പാട് 33 3 5 പറയുന്നു. പിന്മാറ്റക്കാരാണ് ആഭരണം ധരിക്കുന്നതെന്ന് ഹോശയ 2 13 വാക്യം പറയുന്നു. കുണുക്ക് ധരിക്കുന്നവൻ അന്യദേവനെ ധരിക്കുകയാണെന്ന് ഉൽപ്പത്തി 35 1 മുതൽ 4 വരെ പറയുന്നു. എന്താണ് ആഭരണം ധരിക്കുന്നതുകൊണ്ടുള്ള ദോഷം എന്ന് നമുക്ക് നോക്കാം. 1. ദൈവകൽപ്പന ലംഘിക്കുകയാണ്. 1 തീമോത്തിയോസ് 2 9 10 വാക്യങ്ങൾ. 1 പത്രോസ് 3 3 വാക്യം. 2. പരസംഗം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ദൈവത്തെ വിട്ടുമാറുന്നതിന് കാരണമാകാം. യെഹെസ്കേൽ 16 15 17 വാക്യങ്ങൾ. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. 3. ശിക്ഷാവിധി ഉണ്ടാകും. യെശയ്യാവ് 16 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. 4. ആഭരണധാരികളുടെ നടുവിൽ ദൈവം നടക്കുകയില്ല. പുറപ്പാട് 33 5. സംഹരിക്കപ്പെടും. പുറപ്പാട് 33 5. അന്യന്മാർക്ക് കവർച്ചയായിത്തീരും. യെഹെസ്കേൽ 7 21 വാക്യം. 7. ദുഷ്ടന്മാർക്ക് കൊള്ളയായിത്തീരും. യെഹെസ്കേൽ 7 21 വാക്യം. 8. പൊന്നും വെള്ളിയും ന്യായവിധി ദിവസത്തിൽ എതിരെ നമുക്ക് സാക്ഷിയാകും. ദരിദ്രരെ സഹായിക്കാത്തത്. യാക്കോബ് 5:3. തീ പോലെ ജഡത്തെ തിന്നുകളയും. യാക്കോബ് 5:3. പൊന്നും വെള്ളിയും ശപഥാർപ്പിത വസ്തുക്കളാണ്. യോശുവ 6:18. 11. യഹോവയുടെ കോപ ദിവസത്തിൽ വിടുവിപ്പാൻ കഴിയുകയില്ല. യെഹെസ്കേൽ 7 19 വാക്യം. 12. വിശപ്പടങ്ങുകയില്ല. യെഹെസ്കേൽ 7:19. 13. വയറു നിറയുകയുമില്ല. യെഹെസ്കേൽ 7:19. 14. പൊന്ന് മലം പോലെയാകും. യെഹെസ്കേൽ 7 19 വാക്യം. 15. പൊന്ന് എറിഞ്ഞുകളയും.
എസ്കേൽ 7:19. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ആഭരണം ധരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. മേൽപ്പറഞ്ഞ ബൈബിൾ വചനങ്ങൾ വെച്ച് തന്നെ നാശത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാനാണ് ഒരാൾ ആഭരണം വർജനം നടത്തുന്നത്. അലങ്കാരം പൊന്നണിയുന്നതിലല്ല എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനാൽ യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തി അഴിഞ്ഞുപോകുന്ന വെള്ളിയും പൊന്നും ധരിക്കേണ്ടതില്ല. 1 പത്രോസ് 1:8. യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക് വെള്ളിയും പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 3:16. അനേക സഹോദരന്മാർ ദാരിദ്ര്യവും കഷ്ടതയും അനുഭവിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ വിലയേറിയ പൊന്നാഭരണങ്ങൾ അണിഞ്ഞു നടക്കുന്നത് പാപമാണ്. ലാവണ്യവും വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമെന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നതിനാൽ പൊന്നണിഞ്ഞ് സൗന്ദര്യം വരുത്തേണ്ടതിൻ്റെ ആവശ്യമില്ല. സദൃശവാക്യങ്ങൾ 31:30, യിരെമ്യാവ് 4:30. വിശുദ്ധിയിൽ ആരാധിപ്പാൻ ഉൽപ്പത്തി 35:1-4 വരെയുള്ള വാക്യങ്ങൾ. പൊന്നും വെള്ളിയും പൊടി പോലെ ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇയ്യോബ് 22:24-28 വരെയുള്ള വാക്യങ്ങൾ. സർവശക്തൻ പൊന്നും വെള്ളിയും വാളുമായിരിക്കും. അന്ന് സർവശക്തനിൽ പ്രമോദിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കും. നിരൂപിക്കുന്ന കാര്യം സാധിക്കും. ദൈവം നടുവിൽ വസിപ്പാൻ, വഴികളിൽ വെളിച്ചം പ്രകാശിപ്പാൻ, ദൈവത്തിൻ്റെ വഴി അറിയുവാൻ. പുറപ്പാട് 33:5. ഒരു ക്രിസ്ത്യാനി മറ്റുള്ളവർക്ക് സകലത്തിലും മാതൃക കാണിക്കേണ്ടവനാകിയാൽ 1 തീമോഥെയോസ് 4:12. ആഭരണം ധരിക്കുന്നത് യോഗ്യമല്ല. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായ ഒരാൾ ലോകക്കാരെ പോലെ ആഭരണം ധരിച്ച് നടക്കുന്നത് യോഗ്യമല്ല. ലോകത്തിൻ്റെ വെളിച്ചമായ ഒരു ക്രിസ്ത്യാനി ആഭരണം ധരിക്കുന്ന വിഷയത്തിലും മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരണം. തങ്കനിർമ്മിതമായ പുതിയ യെരുശലേമിൽ വസിക്കും എന്ന് പ്രത്യാശയുള്ള യഥാർത്ഥ ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ പൊന്നു ധരിച്ച് നടക്കുവാൻ ആഗ്രഹിക്കുകയില്ല. ആഭരണം അനുവദിച്ചാൽ അനേകർ പെന്തക്കോസ്തു സഭകളിൽ ചേരുവാൻ മുൻപോട്ട് വരും. എന്നാൽ അവരുടെ അന്തരംഗത്തിൽ പരിവർത്തനമുണ്ടായത് മൂലം ആയിരിക്കണമെന്നില്ല. ആഭരണമൂരിയുള്ള സ്നാനം എനിക്ക് വേണ്ട എന്ന് പറയുന്നവർക്ക് യേശുവിനെ ധരിക്കുന്നതിനേക്കാൾ പ്രിയം ആഭരണം ധരിക്കുന്നതാണെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദർശനം എത്രമാത്രം എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. മറ്റൊരഭിപ്രായം വിദ്വാൻകുട്ടി അച്ഛൻ്റെ കർത്താവിൻ്റെ 2ാം വരവിനായുള്ള കാത്തിരിപ്പിൽ ആഭരണവർജനം ഉണ്ടായിരുന്നു എന്നതാണ്. പെന്തക്കോസ്ത് സഭയുടെ ആരംഭകാലത്ത് വിദ്വാൻകുട്ടി അച്ഛനും അച്ഛൻ്റെ നിത്യതയോടുള്ള വാഞ്ചയും വേർപാടും അക്കാലത്തെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു വിഭാഗത്തെ സ്വാധീനിച്ചിരുന്നു. എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളെയും അംഗീകരിച്ചു എന്നല്ല. ലോകത്തിന് അനുരൂപരാകാതെ എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് വേർപാടെന്നാൽ ലോകമോഹങ്ങളിൽ നിന്നുള്ള ആഡംബരങ്ങളിൽ നിന്നുള്ള വേർപാടാണ്. ആദ്യകാല വിശ്വാസികൾ ഭൂരിഭാഗം പേരും വെള്ളവസ്ത്രധാരികളായിരുന്നു എന്നുകൂടി ഓർക്കണം. ഈ വഴിയാകണം കേരളത്തിലെ വേർപെട്ട സമൂഹങ്ങളിൽ ആഭരണവർജനം വന്നത് എന്ന് കരുതുന്നവരുണ്ട്. ഏറ്റവും പുതുതായി നമ്മുടെ സമൂഹത്തിൽ പുറത്തു വന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൂടി കേൾക്കുക. കൺവെൻഷൻ പ്രസംഗകൻ അനിൽ കൊടിത്തോട്ടത്തിൻ്റെ അഭിപ്രായമാണത്. അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞത് കേൾക്കുക. ഈ പ്രേഷ്യസ് ഗോൾഡാണ്. അപ്പോൾ ഇത് ആഭരണം ധരിച്ചവരുണ്ട്. കുട്ടികൾ ഇതൊക്കെ വായിച്ചിട്ട് ഞങ്ങളോട് ചോദിക്കും. ഇതിനൊരു വൈകാരികമായ ചരിത്രമുണ്ട്. അത് കേട്ടാൽ ശരണ്യക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ധാരാളം ആളുകൾ ആദ്യം കൺവേർട്ട് ചെയ്ത് വന്നത് ദലിതരാണ്. ദലിതരും OBC ആണ്. നമ്മുടെ ചാന്നാർ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി തിരുവനന്തപുരത്തുണ്ട്, ഈ ഭാഗത്തുണ്ട്. അവരാണ് വൻതോതിൽ ആദ്യം പെന്തക്കോസ്ത് വിശ്വാസം സ്വീകരിച്ചു വരുന്നത്. ഇവർ കുറേ ആളുകൾ കല്ലുമാല ധരിക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഇവർ പെട്ടെന്ന് വരുന്നു. ഇവർ ചർച്ചിൻ്റെ ഭാഗമാകുമ്പോൾ ഈ കല്ലുമാല കളഞ്ഞു, ഉപേക്ഷിച്ചു വന്നു. അപ്പോൾ ഈ കല്ലുമാല ഉപേക്ഷിച്ചവരുടെ കൂടെ അന്നത്തെ സവർണ ക്രൈസ്തവരാണ് ഇതിൻ്റെ ആ ചർച്ചിൻ്റെ കൺട്രോളല്ല. അപ്പോൾ ഇവർക്ക് അന്ന് തോന്നിയ ഒരു വൈകാരികമായൊരു താല്പര്യം കൊണ്ട് ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് ഇതില്ല, ഞങ്ങൾ അവരോട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞൊരു തെജിക്കലിൻ്റെ കഥയുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ എന്നുള്ള ഒരു അതിൻ്റെ ആദ്യകാലത്തെ ഒരു സൗന്ദര്യം. അത് ഇതിനെ ഇങ്ങനൊന്നും വിലയിരുത്താതെ പോയതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴാണല്ലോ അറിയുന്നത്. അതെ, ഇതിൻ്റെ കൾച്ചർ രൂപപ്പെട്ടു എന്നൊരു സംഭവം. ഇത് കൾച്ചറാണ്, അല്ലാതെ ഇത് ഡോക്ടറിൻ അല്ല. ഇത് ഞങ്ങളുടെ ടീച്ചിങ് അല്ല. ദിസ് ഈസ് നോട്ട് തിയോളജി ഓർ ദിസ് ഈസ് നോട്ട് ഡോക്ടറിൻ, ദിസ് ഈസ് അവർ കൾച്ചർ.
അപ്പം ആ കൾച്ചർ എന്തെങ്കിലും നിലനിൽക്കേണ്ടതൊന്നുമല്ല. കൾച്ചർ കാലോചിതമായിട്ട് റിഫൈൻ ചെയ്തെടുക്കേണ്ടതാണ്. അല്ല, തിരുവനന്തപുരം ഭാഗത്തെ ചേന്നാർ വിഭാഗക്കാർ അഥവാ നാടാർ വിഭാഗം, അങ്ങനെയുള്ള ഒരു വിഭാഗക്കാർക്കായി പെന്തക്കോസ്തുകാർ ആഭരണവർജനം നടത്തിയതായി ഒരറിവുമില്ല. മാത്രമല്ല, സാമ്പത്തികമായി നാടാർ വിഭാഗം അക്കാലത്തെ ക്ഷീണാവസ്ഥയിലായിരുന്നെങ്കിലും പ്രൗഢമായ ആഭരണ സംസ്കാരമുള്ള വിഭാഗമായിരുന്നു അന്നും ഇന്നും നാടാർ വിഭാഗം. അവർക്കായി പെന്തക്കോസ്തു സമൂഹം ഇത്തരമൊരു നിലപാടെടുത്തതായോ തെളിവില്ല. കുക്ക് സാഹിബിൻ്റെ കാലമാണ് പറയുന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ കേരളക്കരയിലെ വേർപാട് സമൂഹങ്ങൾ ആഭരണം ഉപേക്ഷിച്ചിരുന്നു. ക്രൈസ്തവർക്കിടയിലും വിവിധ മതങ്ങൾക്കിടയിൽ പോലും ആഡംബരമായി ആഭരണത്തെ കാണുന്നവരുണ്ട്. കന്യാസ്ത്രീകൾ അവർ കമ്മലോ മൂക്കുത്തിയോ ഉപയോഗിക്കാറില്ല. സഭ നൽകുന്ന കുരിശുമാല മാത്രം ഉപയോഗിക്കുന്നു. ബ്രഹ്മകുമാരീസ് അവർ ആഭരണം ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം കൂടി മനസ്സിലാക്കാം. ഒരു വ്യക്തിയുടെ യഥാർത്ഥ ആഭരണങ്ങൾ സമാധാനം, വിശുദ്ധി, വിനയം, സ്നേഹം തുടങ്ങിയ ദിവ്യ ഗുണങ്ങളാണ്. ഭൗതിക ആഭരണങ്ങൾക്ക് അവർ ഒരു സ്ഥാനവും നൽകുന്നില്ല. കാരണം അവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ്. പെന്തക്കോസ്തുകാർക്ക് ആഭരണവർജനം ഒരു വേർപാടാണ്, ലോകമോഹങ്ങളിൽ നിന്നുള്ള വേർപാട്. ആ വേർപാടിനെ തകർക്കാൻ കുബുദ്ധികൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു. ആ ശ്രമത്തിൽ നിന്ന് പെന്തക്കോസ്തുകാരെ രക്ഷിക്കാൻ ദൈവത്തിനേ കഴിയൂ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.